ഗൈസ് പൊന്നു പക്ഷേ ഈ യൂട്യൂബിലോട്ട് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നടന്നു പോകുന്നിടത്ത് കൂടെ ഒക്കെ ചളിയുണ്ട്. ഇന്നലത്തെ മഴയോടെ വെള്ളം നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. അത്രയ്ക്ക് കാര്യമായിട്ട് പൊന്തിത്തില്ല, ചെറുതായിട്ടൊന്ന് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ കാണാനാണ്. ഇതാണ് നമ്മളെ വെള്ളം. അപ്പോൾ ഇതാ വരമ്പത്ത് കൂടെ എത്തിയപ്പോൾ അവിടെ നിന്ന് നേരത്തെ ചളി, ഇപ്പോൾ വെള്ളം. വരമ്പത്ത് മൊത്തം വെള്ളം. ഇതാണ് നല്ല ഒഴുക്കാണ്, വെള്ളം പാസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം മീനുകളും പോയിട്ട് ചെറിയ മീനുകളാണ്. ഇതാണ് നമ്മളെ പാടം. മൊത്തത്തിൽ വെള്ളം കയറിയാണ്, നല്ല കൊത്തി ഒഴുക്കാണ്. ഇതിനെ സൂക്ഷിച്ച് ഞാൻ പോയി, കാരണം വീഴുന്നുള്ളൊരു പേടിയുണ്ട്. അത്രയും നല്ല കൊത്തി ഒഴുക്കാണ്. അവിടുന്ന് നേരെ നടന്നു പോകുമ്പോഴാണ് തോട്ടിലോടെ എത്തി. ഇതിനെ വെള്ളം പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ പാടം ഈ തോടും ഒരേപോലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ തോട്ടിൽ നിന്ന് വെള്ളം അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചളി. നമ്മളെ പാല കണ്ടോ, നല്ല മുട്ടി നിൽക്കുന്ന വെള്ളം ഒഴുകിയിട്ട്. ഒരു വർഷം ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് പാടം ആയിട്ട്. അന്ന് പാടത്തിങ്ങനെ കിളികൾ കൂടുകൂട്ടുന്ന സമയമായിരുന്നു. അതായിരുന്നു കൃഷിയിലൊക്കെ ഒരു സമയമായിരുന്നു. പക്ഷെ അന്ന് ഇത്ര വെള്ളമില്ല, അന്ന് നല്ല ചളി ഉണ്ടായിരുന്നു. ഇതേപോലെ നമ്മളെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പാടമൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമ്മളെ ട്രെയിൻ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ തോടത്തെ കാഴ്ചയും കണ്ട് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. ഈ സീനാണിത്. അപ്പോൾ ഈ സീന് കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് നമ്മളെ വീട്ടിൽ ഉച്ച തിരിഞ്ഞ് മഴ പെയ്തു. ഇതാണ് നമ്മളെ പരിസരം. പുല്ലുമഴ, അവിടെയൊക്കെ നമ്മളെ വാഹനങ്ങൾ ഓരോന്നുണ്ട്. ഇതാണ് നമ്മൾ കോഴികൾക്ക് വീട് പിടിക്കാനൊക്കെ, കോഴികൾക്ക് കരി കൊടുക്കാറൊക്കെ ഉള്ള നമ്മളെ പ്രശ്ന കോഴികളായിട്ടുള്ള വീട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്താണ്. അപ്പോൾ ആ സൈഡിലാണ് നമ്മുടെ പാടം നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഏറ്റവും മുതിർന്ന കോഴീനെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.